ഈ കുട്ടികൾക്ക് കാടിനകത്ത് നിന്നൊരു മുട്ട കിട്ടുന്നു. അവരത് തറയിലെറിഞ്ഞു പൊട്ടിക്കുന്നു. പെട്ടെന്ന് അതിനകത്ത് നിന്നൊരു എനർജി പുറത്തു വരുന്നു. ഇവനുടനെ അവർക്ക് ആ മുട്ട കിട്ടിയ ഗുഹയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവർക്കൊപ്പം വന്നൊരു പെൺകുട്ടി അതിനകത്ത് പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുന്നു. അന്തരീക്ഷത്തിൽ വെള്ളത്തുള്ളികളും പൊങ്ങി നിൽക്കുന്നു. അത് കണ്ട് ഷോക്കായവൻ പുറത്തേക്ക് ഓടി വരുന്നു. നോക്കുമ്പോൾ ആ പെൺകുട്ടി മാത്രമല്ല, ആകാശത്തുകൂടി പറക്കുകയായിരുന്ന പക്ഷികളും സ്റ്റക്കായി നിൽക്കുന്നു. അവർ അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് വരുന്നു. പക്ഷെ അവിടെയുള്ള കാഴ്ച കണ്ട് അവർ കൂടുതൽ ഷോക്കാവുന്നു. കാരണം അവിടെയുണ്ടായിരുന്ന എല്ലാവരും അനങ്ങാതെ നിൽക്കുന്നു. ആ മുട്ട പൊട്ടിയപ്പോൾ ടൈം ഫ്രീസായി നിൽക്കുന്നു. പക്ഷെ ഇവർ 3 പേർ മാത്രം നോർമൽ ആയിരിക്കുന്നു. അവർ 3 പേരും എക്സൈറ്റഡ് ആവുന്നു. അവർ ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് അവർക്ക് ഇഷ്ടമുള്ള പിസ്സ കഴിക്കുന്നു, കോളയും കുടിക്കുന്നു. അതിനുശേഷം സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് ഫ്രീ ആയി ഷോപ്പിംഗും ചെയ്യുന്നു. പക്ഷെ എന്തോ ഒരു കാര്യം അവർക്ക് സ്ട്രേഞ്ച് ആയി തോന്നുന്നു. അവരെ 3 പേരെയും കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി സ്കൂളിൽ പോകണ്ട. മാത്രമല്ല അവർക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. അവരൊരു സൂപ്പർ മാർക്കറ്റിൽ താമസിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള കോമിക് ബുക്സ് വായിക്കുന്നു. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്ക് ബോറടിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അവർ ബോട്ടിൽ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷെ വെള്ളവും സ്റ്റക്കായിരിക്കുകയാണ്. ഒരു ദിവസം ഇവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നു. ഈ കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ട്. അവൻ ശ്വാസമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഇവർ രണ്ടുപേരും വന്ന് നോക്കുമ്പോഴേക്കും അവൻ മരിച്ചിരുന്നു. അവന്റെ ബോഡിയും ഒരു പ്രതിമയുടേതുപോലെ മാറിയിരിക്കുന്നു. ഇവർക്ക് പേടിയും സങ്കടവും തോന്നുന്നു. അവർ അവന്റെ ബോഡി അവൻ ഇഷ്ടമുള്ള പാർക്കിൽ അടക്കം ചെയ്യുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നു ഇവർ രണ്ടുപേരും വളർന്നിരിക്കുന്നു. പക്ഷെ ലോകം ഇപ്പോഴും ഫ്രീസായിരിക്കുകയാണ്. ഈ ലോകത്തെ ജീവിതവുമായി അവരിപ്പോൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരും ദിവസവും നന്നായി വായിക്കുന്നു. എങ്ങനെയാണ് പോക്കറ്റ് മണി ഉണ്ടാക്കേണ്ടതെന്ന് പഠിക്കുന്നു. പക്ഷെ ദിവസങ്ങൾ ഒത്തിരി പോകും തോറും അവർ ഡിപ്രസ്ഡ് ആവുന്നു. ഒരു ദിവസം ഇവൻ മൂണിലെന്തോ വ്യത്യാസമുള്ളതായി നോട്ട് ചെയ്യുന്നു. അവനത് തന്റെ ഫ്രണ്ടിനെ അറിയിക്കാനായി വരുന്നു. പക്ഷെ അവനെ കാണുന്നില്ല. ഇവൻ ഒരു ക്ലിഫിലേക്ക് വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിന്റെ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നു. അവസാനം തനിക്കിനി ആരുമില്ലെന്നോർത്ത് ഇവനും വെള്ളത്തിലേക്ക് ചാടുന്നു. നോക്കുമ്പോൾ അവന്റെ ഫ്രണ്ട് വെള്ളത്തിനടിയിലുണ്ട്. പെട്ടെന്ന് ഫ്രണ്ട് വളരെ വേഗത്തിൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ കരയിൽ കിടക്കുകയാണ്. സ്റ്റക്കായി നിന്ന കടലിൽ തിരയടിക്കുന്നു. പക്ഷികൾ പറക്കുന്നു. പക്ഷെ അവൻ അതൊന്നും കണ്ട് സന്തോഷിക്കാനാവുന്നില്ല. കാരണം ഇപ്പോൾ നോർമൽ ആയിരിക്കുന്നവർക്കെല്ലാം അന്ന് സ്റ്റക്കായിരുന്നപ്പോഴുള്ള അതേ പ്രായമാണ്. ഇവനെ ഇപ്പോൾ കണ്ടാൽ ആർക്കും തിരിച്ചറിയാനാവില്ല. അതുകൊണ്ട് അവൻ ആരുടെയും മുന്നിൽ വരാതെ കാടിനകത്തൊരു വീട്ടിൽ താമസിക്കുന്നു.